ടു ലെജൻസ്. നമ്മുടെ പുതിയ ചുരിദാറിന്റെ വീഡിയോ ആണ്. ഇന്നത്തെ ഡിസൈൻ എന്ന് പറയുന്നത് ജോർജറ്റ് ഫാബ്രിക് ചെയ്തിരിക്കുന്ന ഐറ്റം ആട്ടോ. ഭയങ്കര അടിപൊളി ഡിസൈൻ ആണ്. നല്ല മെറ്റീരിയൽ വെച്ചിരിക്കുന്നത്. ബോട്ടം വിത്ത് ലൈനിങ് എല്ലാം സെറ്റ് ആയിട്ടുള്ള ഐറ്റം ആണ്. ഇതിന്റെ ഡിസൈൻ ഇതുപോലെ ആട്ടോ. യോക്ക് പോർഷനിൽ ഇതുപോലെ ഒരു പീച്ച് ആൻഡ് ബ്ലാക്കിന്റെ കോമ്പിനേഷനിൽ ഒരു ത്രെഡ് വർക്ക്, പിന്നെ താഴത്തോട്ട് യോക്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിലുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ദുപ്പട്ട വരുന്നത് ഇതുപോലെ ആട്ടോ. വൺ സൈഡിൽ ആ ഒരു സെയിം വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. നല്ല ലെങ്തിയാണ്. ടോപ്പ് ബോട്ടം എല്ലാത്തിനും നല്ല ലെങ്ത് ഉണ്ട്. ദുപ്പട്ടയ്ക്കും 2.5 നീട്ട്. ബോട്ടം വിത്ത് ലൈനിങ് ആട്ടോ. സാറ്റിൻ സിൽക്കിന്റെ ഫാബ്രിക്. നമ്പർ വരുന്നത് G684. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കളർ ബ്ലാക്ക് ആണ്. റേറ്റ് വരുന്നത് 1190 ആണ്. 1190. പിന്നെ രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് ഒരു പർപ്പിൾ മിക്സ് ആയിട്ടുള്ള വൈൻ കളർ എന്ന് പറയാം കേട്ടോ. നല്ല കളർ ചാർട്ടാണ്. അടിപൊളി കളേഴ്സ് ആണില്ല. ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ സെയിം ഡിസൈൻ തന്നെ. ത്രെഡ് വർക്ക് നല്ല തിക്കായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. ഇവിടെ വൺ സൈഡിലും അകത്തോട്ടും ഒക്കെ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഡെയിലി യൂസർക്ക് ഒത്തിരി നല്ലൊരു ഐറ്റം. ഡെയിലി യൂസ് കണക്കൂട്ടുണ്ട് കേട്ടോ. നമുക്ക് കാര്യം ഭംഗി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും നമുക്കൊരു ഫംഗ്ഷൻ വെയറായിട്ട് യൂസ് ചെയ്യാൻ അടിപൊളി ഒരു ഐറ്റം ആണ്. ബോട്ടം വിത്ത് ലൈനിങ് സെയിം കളർ സാറ്റിൻ സിൽക്കിന്റെ മെറ്റീരിയൽ. നമ്പർ G683. റേറ്റ് വരുന്ന 1190. അടുത്ത ഷെയ്ഡ് ഓൾമോസ്റ്റ് അതിന്റെ തന്നെ ലൈറ്റ് കളർ എന്ന് പറയാം. ഒരു എന്താ പറയാ, ഒരു ലാവണ്ടർ, ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡാണ് ഇത് വരുന്നത്. ഡിസൈൻ ഒക്കെ ചെറിയ കളർ കോമ്പിനേഷൻ ഡിഫറൻസിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതായത് നമുക്ക് ആ ഒരു മെയിൻ ഷെയ്ഡുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ആ വർക്കാട്ടോ. യോക്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിക്കോടിലുണ്ട്. പിന്നെ നെക്കൊക്കെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. ദുപ്പട്ടയ്ക്കും നല്ല ലെങ്ത് ഉണ്ട്. ബോട്ടം വിത്ത് ലൈനിങ് ആണ്. നമ്പർ വരുന്നത് G682. റേറ്റ് 1190. നമുക്ക് നെക്സ്റ്റ് കളർ വരുന്നത് ഒരു മസ്റ്റാർഡിലൂടെ തന്നെ വെച്ചിട്ട് നല്ലൊരു ഷെയ്ഡ് കേട്ടോ. നമുക്ക് നോർമൽ മസ്റ്റാർഡിനേക്കാളും കുറച്ചുകൂടെ നല്ല കളറാണ്. ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു ചെറിയൊരു കളർ ഡിഫറൻസ് മേ ബി കാണുമായിരിക്കും, ചെറുതായിട്ടേ ഉള്ളൂ. പക്ഷേ അടിപൊളി കളറാണ്. ഒരു എന്താ പറയുക, ആ കളേഴ്സ് എല്ലാം കാണാൻ നല്ല ഭംഗിയായിട്ട്. പ്രത്യേകിച്ച് ആ വർക്കിൻ്റെയും കൂടെ എടുപ്പുണ്ട്. നല്ല ലെങ്തി ആയിട്ടുള്ള ഐറ്റമാണ്. ജോർജറ്റിലായതുകൊണ്ട് നിങ്ങൾക്ക് വാഷ് ചെയ്ത് എപ്പോഴും ഉപയോഗിച്ചാലും അങ്ങനെ കംപ്ലൈൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ബോട്ടം വിത്ത് ലൈനിങ് ആണ്. എല്ലാം കൊണ്ടും നല്ല ഐറ്റം ആട്ടോ. കളർ ചാർട്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലും അറിയാം, നല്ല ഷെയ്ഡ്സ് എല്ലാവേ. ഇതിന്റെ നമ്പർ G681. റേറ്റ് 1190. ഇതിന്റെ അഞ്ചാമത്തെ ഷെയ്ഡ്, 5 ഷെയ്ഡ്സ് ആട്ടോ. ആദ്യത്തെ ബ്ലാക്ക് തൊട്ട് എല്ലാ കളേഴ്സും ഒന്നിനൊന്നും വെച്ചെന്ന് പറയാം. അപ്പോൾ ഇതൊരു ടീൽ ബ്ലൂവിന്റെ കുറച്ചുകൂടെ തെളിഞ്ഞൊരു ഷെയ്ഡ് ആട്ടോ. നമുക്ക് നോർമൽ ടീൽ ബ്ലൂവിനേക്കാളും കുറച്ചുകൂടെ തെളിച്ചുണ്ട്. നല്ല ഷെയ്ഡാണ്. ഇതിനകത്തും പീച്ചിന്റെ കോമ്പിനേഷനിൽ വർക്കുണ്ട്. പിന്നെ ആ ഒരു മെയിൻ ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടാണ് ഡിസൈൻ കൊടുത്തേക്കുന്നത്. പിന്നെ ദുപ്പട്ടയ്ക്ക് അതും സെയിം വർക്ക് തന്നെയാണ്. വൺ സൈഡിൽ ആ ഒരു കുഞ്ഞ് സീക്വൻസ് വർക്കും ഉണ്ട് കേട്ടോ. അകത്തോട്ട് ചെറിയതായിട്ട് ആ ഒരു ബ്ലൂ കളറുള്ള ഡിസൈൻ വരും. ബോട്ടം വിത്ത് ലൈനിങ് എല്ലാത്തിലും സെയിം കളർ ആട്ടോ. അങ്ങനെ മാറ്റമൊന്നുമില്ല. സെയിം കളർ സാറ്റിൻ സിൽക്കിന്റെ ഫാബ്രിക് ആണ്. ഇതിന്റെ നമ്പർ G680 ആണ്. നമുക്ക് റേറ്റ് എല്ലാത്തിനും നല്ല റീസണബിൾ ആണ്. ഈ ഒരു വർക്കും കാര്യങ്ങളും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വലിയ റേറ്റ് എന്ന് പറയാനില്ല. 1190 മാത്രമേ ഉള്ളൂ. 1190.